സിംഗിന്റെ ട്വീറ്റ് അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. എന്തായാലും ശക്തമായ ഒരു നീക്കം കൂടി ഈ സംഭവിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വ്യോമാക്രമണം ശക്തമായി നടത്താനുള്ള തയ്യാറെടുപ്പുകൾ ഇരുഭാഗത്തും നടക്കുന്നു എന്നതാണ്. ഇന്ത്യ തിരിച്ചടിക്കുമെന്ന പ്രതീക്ഷ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. അത്തരം തയ്യാറെടുപ്പുകൾ അവർ പങ്കുവെക്കുകയും ചെയ്തതാണ്. ഇന്ന് വൈകിട്ട് രാത്രി 10 മണിക്ക് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ തന്നെ വ്യക്തമാക്കി, ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തങ്ങളും തിരിച്ചടിക്കുമെന്ന പാകിസ്ഥാൻ പ്രഖ്യാപനം കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതീവ ജാഗ്രതയാണ് അതിർത്തി മേഖലകളിൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ബങ്കറുകൾ സജ്ജമാക്കിയിട്ടുണ്ട് സൈനിക അതിർത്തി. ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ ഇന്ത്യ നടത്തിയ തിരിച്ചടിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാൻ അതിർത്തി മേഖലകളിൽ ഇന്ത്യ നടത്തിയ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടിയുടെ ദൃശ്യങ്ങളാണ് ഇതിനകം തന്നെ പുറത്തു വരുന്നത്. മിസൈലുകൾ വന്ന് പതിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നത്. വ്യാപകമായ നാശനഷ്ടം, ഭീകര കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർത്തു എന്നതാണ് ഇന്ത്യൻ സൈന്യം ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. പാകിസ്ഥാനിലെ ജനജീവിത മേഖലകളിലെ ഒഴിവാക്കിക്കൊണ്ട് എന്നാൽ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സൈന്യത്തിന്റെ അസാധാരണമായ നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്നു പേരിട്ട ഈ നീക്കത്തിലൂടെ 9 ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുകയാണ് സൈന്യം ചെയ്തത്. പഹൽഗാമിന് ഇന്ത്യ മറുപടി നൽകുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇന്ത്യ തിരിച്ചടിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഇതാ സൈന്യത്തിന്റെ മറുപടി ഉണ്ടാവുന്നു. സൈന്യം തിരിച്ചടിക്കുന്നു. പെഹൽഗാമിന് മറുപടി നൽകുന്നു ഇന്ത്യ. 9 പാക് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ സൈന്യത്തിന്റെ അതിശക്തമായ നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. എന്തായാലും സുപ്രധാനമായ നീക്കമാണ് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇതിൽ കൂടുതൽ സർക്കാരിന്റെ ഭാഗത്തുള്ള ഔദ്യോഗിക സ്ഥിരീകരണങ്ങളും വ്യക്തതയും ഉടൻ തന്നെ കൈവരുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇന്ന് സിവിലിയൻ മോക്ക് ഡ്രിൽ പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തെ 244 ജില്ലകളിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ എല്ലാം കേരളമടക്കമുള്ള സ്ഥലങ്ങളിൽ 2 ഇടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ മോക്ക് ഡ്രിൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും മോക്ക് ഡ്രിൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. അങ്ങനെ ജനങ്ങളെ സജ്ജമാക്കുക ഏതു സാഹചര്യം വന്നാലും എന്ന ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഡൽഹിയിൽ തന്ത്രപ്രധാനമായ കൂടിക്കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നത്. പ്രധാനമന്ത്രി പലവട്ടം സൈനിക മേധാവികളുമായി ചർച്ച നടത്തി. ഒപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി ചർച്ച നടത്തി. ഇന്നലെ വൈകിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പലതവണ എത്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അതിസുപ്രധാനമായ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, പാകിസ്ഥാൻ ഭീകരർക്കെതിരെ പലവട്ടം ആക്രമണം നടത്തി ശക്തി തെളിയിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ സൈന്യം. മുമ്പ് പലവട്ടവും അത്തരം അനുഭവങ്ങളുണ്ട്. സർജിക്കൽ സ്ട്രൈക്ക്, ഉറിയിലെ സർജിക്കൽ സ്ട്രൈക്ക് അടക്കമുള്ള നിരവധി നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടായി. സമാനമായൊരു നീക്കമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. പാക് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ രാത്രിയിൽ ശക്തമായ ആക്രമണം 9 പാക് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇന്ത്യയുടെ നീക്കമുണ്ടായിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പാക് ഭീകരരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അതിശക്തമായ നീക്കമാണ് ഉണ്ടായത്. പെഹൽഗാമിന് ശേഷം എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ മറുപടി എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ടായിരുന്നു. ഈ ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതാ പുറത്തു വരുന്നത് ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കൂടിയാണ്. അതായത് അവിടുത്തെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടത്തിയ അതിശക്തമായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നു. മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ നടത്തിയ നീക്കമാണ് ഉണ്ടാവുന്നത്. അതിശക്തമായ സൈനിക നീക്കം ഇന്ത്യ ഒരുങ്ങുന്നു. ഇതിനകം തന്നെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഭീകരരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടുള്ള അതിശക്തമായ ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കി ഒരു പദ്ധതി ഒരുക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ ചെയ്തിരുന്നത്. അതിനൊടുവിലാണിപ്പോൾ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ നീക്കം കൂടി ഉണ്ടാവുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിർത്തിയിലെ എല്ലാ എയർ ഡിഫൻസ് യൂണിറ്റുകളും സജ്ജമാക്കിയതായി ആർമി വ്യക്തമാക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ദൃശ്യങ്ങൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു എക്സിൽ പങ്കുവച്ചിരിക്കുന്നു. പാകിസ്ഥാൻ പൂഞ്ചിൽ വീണ്ടും നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാറിന്റെ ലംഘനം നടത്തിയിരിക്കുന്നു. ഇന്ത്യൻ ആർമി വ്യക്തമാക്കുന്നത് പാകിസ്ഥാൻ ആർട്ടിലറികൾ ഉപയോഗിച്ച്, പീരങ്കികൾ ഉപയോഗിച്ച് ഭീംബേർ ഗലിയിൽ നിന്ന് വെടിയുതിർത്തിരിക്കുന്നു എന്നാണ്. പൂഞ്ച് രജൌരി ഏരിയയിലും ഇപ്പോൾ ആക്രമണം നടന്നതായി ഇന്ത്യൻ ആർമി സ്ഥിരീകരിക്കുന്നു. അതിന് കൃത്യമായ മറുപടി കാലിബ്രേറ്റഡ് മാനറിൽ നൽകുന്നു എന്ന് ഇന്ത്യൻ ആർമി വ്യക്തമാക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിലെ 9 കേന്ദ്രങ്ങൾ നേരെയാണ് നടന്നത്.
ഇന്ത്യൻ ആർമിയുടെ ഓപ്പറേഷൻ സിന്ദൂർ 9 കേന്ദ്രങ്ങൾ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പാക് അധിനിവേശത്തുള്ള പ്രദേശങ്ങളിൽ ആണ് പ്രധാനമായും ആക്രമണങ്ങൾ നടന്നിട്ടുള്ളത്. പാകിസ്ഥാനിൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ല, തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമാണ് ആക്രമണം ഉണ്ടായത് എന്ന് വ്യക്തമാക്കുന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം വളരെ കൃത്യവും എന്നാൽ തുടർന്ന് നീക്കങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതുമായ ഒരു ആക്രമണം നടന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. പാകിസ്ഥാൻ്റെ മിലിറ്ററി ഇൻസ്റ്റലേഷനുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള വളരെ കൃത്യമായൊരു ആക്രമണമാണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത്. തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രം ആണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് ഇന്ത്യൻ ആർമി തുടർച്ചയായി ഇത്തരം ആക്രമണങ്ങൾ നടത്തിയ അതായത് ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തിയ തീവ്രവാദികൾക്കെതിരെ ശക്തമായ പ്രതികരണമുണ്ടാകും എന്ന് വ്യക്തമാക്കുന്നു. ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് പാകിസ്ഥാൻ്റെ സൈനിക വക്താവ് ജനറൽ അഹമ്മദ് ഷരീഫ് ചൗധരിയും ഇന്ത്യ ഈ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിക്കുന്നു. കോട്ട്ലി, ബഹാവൽപൂർ, മുസഫർബർ എന്നീ 3 കേന്ദ്രങ്ങളിൽ പ്രധാനമായി ആക്രമണം നടന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലുള്ള സംഘർഷാവസ്ഥ ശക്തമാകുന്നു. ബഹാവൽപൂരിലെ മിസൈൽ ആക്രമണം നടന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവരുന്നു. കോട്ട്ലി, മുസഫർബാദ് എന്നിവിടങ്ങളിൽ ആക്രമണം നടന്നതായി ഉള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്നാൽ ഇത് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയല്ല, കൃത്യമായ തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് എന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഇന്ത്യൻ ആർമിയുടെ ട്വീറ്റ് വരുന്നു, നീതി നടപ്പിലാക്കിയിരിക്കുന്നു, ജയ് ഹിന്ദ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പോസ്റ്റ് ഇന്ത്യൻ ആർമി ഷെയർ ചെയ്തിരിക്കുന്നത്. മൾട്ടിപ്പിൾ ലൗഡ് എക്സ്പ്ലോഷൻസ് ഇൻ POK എന്ന അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പാക് അധിനിവേശ കാശ്മീരിൽ തുടർച്ചയായുള്ള സ്ഫോടനത്തിൻ്റെ ശബ്ദങ്ങൾ കേട്ടു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും ശക്തമായൊരു ആക്രമണം പ്രതികരിച്ചിരിക്കുന്നു രാജ്യം എന്നതിൻ്റെ തെളിവ് പുറത്തു വന്നിരിക്കുന്നു. അപ്രതീക്ഷിതമായൊരു ആഘാതം പാകിസ്ഥാൻ നേരെ നടത്തിയിരിക്കുന്നു. പാക് ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ അതിശക്തമായ നീക്കമാണുള്ളത്. പാക് മീഡിയ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു, അതിശക്തമായ ആക്രമണമാണ് സൈന്യത്തിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. 3 പേർ മരിച്ചു എന്ന ചില അനൌദ്യോഗിക വിവരം കൂടി പാക് മീഡിയ പങ്കുവെക്കുന്നുണ്ട്. വ്യാപക നാശനഷ്ടമുണ്ടായെന്ന കാര്യം അവർ കൂടി സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ ഡിഫൻസ് സംവിധാനങ്ങൾ അതീവ ജാഗ്രതയാണ് അതിർത്തിയിൽ പുലർത്തുന്നത്. പ്രത്യേകിച്ച് വ്യോമ മേഖലയിലുള്ള അറ്റാക്ക് എന്ത് തരത്തിലുണ്ടായാലും അതിനെ നേരിടാൻ സജ്ജമായ സംവിധാനങ്ങൾ ഒരുങ്ങുകയാണ്. കാരണം മിസൈലുകൾ അതിർത്തി കടന്നു വന്നാൽ അതിനെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്നതിനുള്ള സംവിധാനം, അത്തരത്തിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നീക്കമാണ്. തിരിച്ചടി ഉണ്ടായാൽ നേരിടാൻ സൈന്യവും സജ്ജമാകുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും പാകിസ്ഥാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഔദ്യോഗിക വിശദീകരണം കൂടി വരേണ്ടതുണ്ട്. ശക്തമായ നീക്കം ഉണ്ടാവുന്നു. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കം കൂടിയാണ് ഇതിൽ ഉണ്ടാവുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനകം തന്നെ സർക്കാർ കേന്ദ്രങ്ങൾ തന്നെ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള നിലപാടുകളും സ്വീകരിക്കുന്നു എന്നതാണ്. സ്ഥിരീകരണങ്ങൾ കൂടി പുറത്തു വരുന്നുവെന്നും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഭാരത് മാതാ കി ജയ് എന്നതാണ് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത്. ഇതിന് സമാനമായ പല നീക്കങ്ങളും മറ്റു മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഇന്നലെ രാത്രി 11 മണിക്ക് സംയുക്ത സേനാ മേധാവിയും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനൊടുവിലാവണം ഒരുപക്ഷെ അതിസുപ്രധാനമായ സൈനിക നീക്കത്തിന് തയ്യാറാവാൻ രാജ്യം തയ്യാറായിരിക്കുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പൂഞ്ച് മേഖലയിൽ ഒരു വനിത കൊല്ലപ്പെട്ടു എന്ന ചില അനൗദ്യോഗിക വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാൻ മേഖലയിൽ ഇത്തരത്തിൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ നീക്കമുണ്ട്. ഒരുപക്ഷെ ഈ ഒരു യുദ്ധ നീക്കം തന്നെ വന്ന സാഹചര്യത്തിൽ വരുന്ന വാർത്തകൾ കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഔദ്യോഗിക വാർത്തകളെ മാത്രം നമുക്ക് ആശ്രയിക്കേണ്ടി വരും. ആ തരത്തിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലെല്ലാം പലതരത്തിലുള്ള ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും സ്ഥിരീകരണമില്ലാത്ത ദൃശ്യങ്ങളാണ്. ഇന്ത്യയുടെ തിരിച്ചടി സൈന്യം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ പ്രധാനപ്പെട്ട സാഹചര്യം കൂടി ഉണ്ടാവുന്നു എന്നത് ഇന്ത്യയുടെ നീക്കത്തിൻ്റെ പ്രധാനപ്പെട്ട സാഹചര്യം കൂടിയാണ്. എന്തായാലും അതിസുപ്രധാനമായ നീക്കമാണ് ഉണ്ടാവുന്നത്. ഹെവി ഷെല്ലിംഗ് നടക്കുന്നു അതിർത്തി മേഖലകളിൽ ഇപ്പോഴും എന്നതാണ് അറിയാനാവുന്നത്. ആ തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും അതിർത്തി മേഖലകളിൽ ഇന്ത്യൻ സൈന്യം നടത്തുന്ന നീക്കം അതിസുപ്രധാനമാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ നീക്കത്തിലൂടെ 9 പാക്
ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ സൈനിക നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. പെഹൽഗാമിന് മറുപടി എവിടെ എന്ന ചോദ്യത്തിന് ഇന്ത്യ മറുപടി നൽകുന്നു. ഭീകര കേന്ദ്ര